തെലുങ്കിലെ ഫേമസ് ആയിട്ടുള്ള ആക്ടറാണ് റാം എന്ന് പറയുന്നത്. മലയാളിക്ക് അത്ര പരിചയമൊന്നും അല്ല പുള്ളിക്കാരൻ സിനിമയൊന്നും. ആകെ കണ്ടിട്ടുള്ളത് പുള്ളിക്കാരൻ്റെ റെഡ് എന്ന് പറഞ്ഞ സിനിമയാണ്. കേരളത്തിലും അത്യാവശ്യം ഓടിയ സിനിമയും കൂടിയാണ്. അത്യാവശ്യം നല്ല ഒരു സ്റ്റോറി സിനിമയിലുണ്ട്. ഇച്ചിരി ഇൻവെസ്റ്റിഗേഷനും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സിനിമയെ പറ്റിയല്ല പറയാൻ പോകുന്നത്. അപ്പോൾ തെലുങ്കിലെ പുള്ളിക്കാരൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള പടമാണ് ഇഷ്മാർട്ട് ശങ്കർ എന്ന് പറയുന്നത്. ലോക്കൽ എന്ന് വെച്ചാൽ തനി ലോക്കൽ പടമാണ് ഇഷ്മാർട്ട് ശങ്കർ എന്ന് പറയുന്നത്. അവിടുത്തെ തിയേറ്ററിലെല്ലാം നല്ല രീതിയിൽ തന്നെ ഓടിയിട്ടുണ്ടായിരുന്നു ഇഷ്മാർട്ട് ശങ്കർ. അപ്പോൾ ആ സിനിമയുടെ രണ്ടാം ഭാഗം അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡബിൾ ഇഷ്മാർട്ട് എന്ന് പറയുന്നത്. ഞാൻ ഇത് പറയാൻ കാരണം സിനിമ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഒരു ഓളുത്തരം രീതിയിലാണ് തോന്നിയിട്ടുള്ളത്. ഡബിൾ ഇഷ്മാർട്ടിൽ നമ്മുടെ സഞ്ജയ് ദത്തും ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രധാന വേഷമല്ല, പുള്ളിക്കാരനാണ് സിനിമയിൽ വില്ലനായിട്ട് വരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ എമ്മാതിരി ലോക്കലാണോ അമ്മാതിരി ലോക്കലായിട്ടുണ്ട് പുള്ളിക്കാരൻ. സിനിമയുടെ ടീസർ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്കും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കാം. ഞാൻ പ്രത്യേകിച്ച് എന്നാ പറയാനാ, പുതിയ ഹീറോയും പുതിയ കഥയൊക്കെയാണ്. പിന്നെ വേറൊരു പടമുണ്ട് പുള്ളിക്കാരൻ. അപ്പോൾ ആ പടം നിങ്ങൾ കുറേ പേരും കണ്ടിട്ടുണ്ടാവും, സ്കന്ദനാണ്. ആദ്യത്തെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബോയ്പതി ശ്രീനു എന്ന സംവിധായകനാണ് സ്കന്ദ എന്ന സിനിമ സംവിധാനം ചെയ്തത്. പക്ഷേ ബോയ്പതി ശ്രീനു മുന്നേ ചെയ്ത സിനിമയുടെ പേര് പറഞ്ഞ് നിങ്ങളറിയും, യോദ്ധാവാണ്. അതെ, നമ്മൾ സ്വന്തം അല്ലു അർജുൻ നായകൻ ആ യോദ്ധാവ് സിനിമയാണ് പുള്ളിക്കാരൻ മുന്നേ സംവിധാനം ചെയ്തത്. ഈ ഒരു പടം ചെയ്ത ആളാണല്ലോ ദൈവമേ സ്കന്ദ പോലത്തെ ഒരു ദുരന്തം പടം ചെയ്തത്. സോറി, വിഷയം മാറിപ്പോയി. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക.